ഇതിൽ ട്യൂബിൻ്റെ ബ്ലോക്ക് വരുമ്പോൾ ട്യൂബിലുള്ള ബ്ലോക്കുള്ളത് വളരെ സിമ്പിളാണ്. ബാക്കി ആ ഒരു ട്യൂബ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു നാച്ചുറൽ ഹൈവേയിൽ അവിടെ ബ്ലോക്കാണ്. അപ്പോൾ അവിടെ ബേസിക്കലി അങ്ങോട്ട് എഗ്ഗും സ്പേം മീറ്റ് ചെയ്യില്ല. അങ്ങനത്തെ കണ്ടീഷൻസിൽ ഒരുപാട് സ്ത്രീകൾക്ക് കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് റിസർച്ചേഴ്സൊക്കെ നടന്ന് ലൂയിസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുന്നത്. ആൻഡ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ട്യൂബൽ ബ്ലോക്സ് ആയിരുന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, സ്പേമിനും എഗ്ഗിനും പുറത്ത് വെച്ച് ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ചിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലിട്ടു, ബൈപ്പാസ് ചെയ്തു. സോ ആ ബൈപ്പാസ് ചെയ്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് IVF ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ പിന്നീട് ഒരുപാട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടോ, ഫസ്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല. ഫസ്റ്റ് അത് ലാബ്രോസ്കോപ്പി ചെയ്തിട്ടാണ് ഈ എഗ്ഗിനെ പുറത്തെടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ എഗ്ഗ് ഓവറിയിൽ നിന്ന് എടുക്കുന്നത്, അണ്ടാശയത്തിൽ നിന്ന് എടുക്കുന്നത്. ഇന്ന് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ആദ്യം ഇതൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളൊരു പ്ലാൻ ചെയ്യും. ഇങ്ങനെ ഈ പേഷ്യൻറ്റിന് ഇന്ന പ്രോട്ടോക്കോളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആൻഡ് വി ഹാവ് ടു കൗൺസിൽ ദം. ഒരു വട്ടമല്ല, നമ്മൾ പല വട്ടം കൗൺസിൽ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ഇമോഷണലി കൗൺസിൽ ചെയ്യണം. അവർക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ. കുറേ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് അറിയാം, എന്ത് ഇഞ്ചക്ഷനാണെന്ന് അറിയണ്ടാവില്ല, എത്ര ദിവസം എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറേ കൺസേൺസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ കൺസേൺസ് ഉണ്ടാവും, പിന്നെ ഇത് സക്സസ് ആവുമോ എന്ന് അറിയാനുള്ള കൺസേൺസ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാത്ത കുറേ പ്രശ്നമുണ്ട്. അതായത് ഇത് മാറി വെക്കുകയോ നമ്മളോട് പറയാതെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കുറേ പേർക്ക് അവർ ചോദിക്കും. അവരായിട്ട് നല്ല റാപ്പ് ആയി കഴിഞ്ഞാൽ പേഷ്യൻസ് പിന്നെ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളതൊക്കെ ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ചിട്ടൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക. അതായത് നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന ഏകദേശം സക്സസ്. ആൻഡ് അതൊരിക്കലും ഒരു എക്സാജറേറ്റഡ് ഫിഗർ അല്ല. നമ്മളെപ്പോഴും വളരെ എന്താ പറയുക, ഒപ്റ്റിമലായിട്ട് ഇത്രേ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ 100% ഉറപ്പോ ഒരു ഫാൾസ് ഹോപ്പും കൊടുക്കാൻ പാടില്ല.